ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് ഭക്തി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മൾ ദിവസവും കേൾക്കുന്ന ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ വളരെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് അല്ലേ. നമുക്ക് ടി വി ഒന്ന് തുറക്കണമെന്നോ അല്ലെങ്കിൽ മൊബൈലിൽ ഏതെങ്കിലും ന്യൂസ് കേൾക്കണമെന്നോ അങ്ങനത്തെ ഉള്ളൊരു ചിന്ത പോലും ഇല്ലാതെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് സ്വസ്ഥമാവാനായിട്ട് എന്താ ചെയ്യുക ഭഗവാനെ എന്ന് നമ്മൾ വിളിച്ചു പോകുന്നു. അതുപോലെ തരത്തിലുള്ള ന്യൂസുകളാണ് അല്ലേ ഈയിടെയായിട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സമൂഹത്തിന് ഇത് എന്തു പറ്റി, എന്താണ് ഇങ്ങനെയൊക്കെ ആവാനായിട്ട് കാരണം എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമുക്ക് ഇങ്ങനെ അകാരണമായിട്ടുള്ള കോപം നമുക്ക് ഇപ്പോൾ ടി വിയിൽ മുഴുവൻ എഴുതി കാണിക്കുന്നത് കേരളമേ ശാന്തമാകുമെന്നാണ്. അതായത് അത്രയ്ക്കും ശാന്തരല്ലാത്ത അത്ര കോപാകുലരായിട്ടുള്ള ഒരു ജനസമൂഹമാണോ അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ശാന്തതയും മറ്റുമൊക്കെ ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട്, ഒരു ശാന്തി കൊണ്ടുവരാനായിട്ട് ഭക്തി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് വിശ്വാസി ആയിക്കോട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഞാനുണ്ടല്ലോ രാവിലെ തന്നെ പൂക്കളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇത് സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. സൺഡേയിലും പിന്നെ ഇന്നത്തെയും കൂടിയാണ് കേട്ടോ. അപ്പോൾ സൺഡേ കുറേ ഫ്രീ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞ് മാല കൊടുത്തും കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മാലയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിലരെങ്കിലും വിചാരിച്ചു പോകും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിന് നല്ല ശാന്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമുക്ക് മനസ്സിന് നല്ല സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്താണോ അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോഴേക്കും ഞാനും രമേശേട്ടനും ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ചക്കാമ്പറമ്പിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് പേര്. അപ്പോൾ അവിടെയാണെങ്കിൽ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച്, കുംഭഭരണി നാളെയാണ്, പക്ഷേ അതിനോടനുബന്ധിച്ച് അവിടെ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്സവാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇന്നാണെങ്കിൽ ദീപാഘോഷമൊക്കെ ഉണ്ട്. അതായത് ലക്ഷദ്വീപം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ദീപം, ലക്ഷദ്വീപ് അല്ലെങ്കിലും ദീപക്കാഴ്ചയാണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ദീപം എന്ന് പറയുന്നത് തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക, ഇരുണ്ട കാലങ്ങൾ, ഇരുണ്ട പ്രതിസന്ധികൾ ഇതെല്ലാം മാറി ആ ഒരു പൊൻശോഭ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ദീപക്കാഴ്ചയൊക്കെ കാണുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. അപ്പോൾ ഈ ആനക്കുട്ടനെ കണ്ട് ആരും പേടിക്കേണ്ട കേട്ടോ, ഇത് റോബോട്ടിക് ആനയാണ്. ഈ ക്ഷേത്രത്തിലാണെങ്കിൽ ഇവിടെ ആനപ്പൂരം ഇല്ല കേട്ടോ, കാവടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്തൊരു ധൈര്യത്തോട് കൂടിയിട്ടാണല്ലേ രമേശേട്ടൻ ആനയുടെ കൊമ്പിലൊക്കെ പിടിച്ച് നിൽക്കുന്നത്. കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും വന്നും കഴിഞ്ഞ് തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നല്ലൊരു സമാധാനമാണ് അല്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പേടി വേണ്ട. നമ്മൾ കണ്ട ഈ കുഞ്ഞു കൊച്ചൊക്കെ അതേ തുമ്പിക്കൈ അതുപോലെ ഈ മണി കെട്ടിയിട്ടതൊക്കെ തൊട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ആനയെ അടുത്ത് കാണാനൊക്കെ പറ്റി. വാലൊക്കെ ആട്ടി ചെവി ആട്ടി അങ്ങനെയാണ് കേട്ടോ ആന നിൽക്കുന്നത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ. ഈ അടുത്ത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതല്ലേ 3 പേരെയൊക്കെ ആന കൊന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആനയൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് തോന്നുന്നത് കേട്ടോ. ഇതിവിടുത്തെ അന്നദാന മണ്ഡപമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊഴിലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഇവിടെ നിന്നാണ് അന്നദാനമൊക്കെ കഴിച്ചത് കേട്ടോ. ഇവിടെ കുംഭഭരണി വരെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിയും അന്നദാനമുണ്ട്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടൊന്ന് കഴിക്കാറുണ്ട് കേട്ടോ അന്നദാനമൊക്കെ. കാരണം വലിയ ക്യൂ ഒക്കെ ആയിരിക്കും, പക്ഷെ വലിയ അന്നദാന മണ്ഡപമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ആൾക്കാരും അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ക്ഷമയോട് കൂടിയൊക്കെ നിന്ന് പാത്രമൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ നോക്കി നിന്ന് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സമയം നമ്മളിങ്ങനെ വിചാരിച്ച് നിന്നിട്ടൊക്കെ നമുക്ക് ഫുഡ് കിട്ടണം. കുറച്ച് ബുദ്ധിമുട്ടിയും ഒക്കെ എന്നിട്ട് നമ്മൾ കഴിക്കണം. അല്ലാതെ നമ്മൾ വല്ലപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ഫുഡൊക്കെ കഴിക്കണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെക്കുന്നു, എടുത്ത് തിന്നുന്നു, അങ്ങനെയൊക്കെയാണ് അല്ലേ. ഇത് എൻ്റെ ഫ്രണ്ട് സിന്ധു ആണ് കേട്ടോ. സിന്ധുവിനെ ഞാൻ അവിടെ വെച്ച് ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് കണ്ടത് കേട്ടോ. അപ്പോൾ വേഗം ഫോട്ടോ വീഡിയോ
വീഡിയോ ഒക്കെ എടുത്തതാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കണ്ടുമുട്ടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നാളേക്ക് വേണ്ടുന്ന മാലകളൊക്കെ കെട്ടിയിട്ട് കുറച്ച് ചേച്ചിമാരൊക്കെ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര രസമായിട്ടാണ് അവർ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ പറക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ കായക്കൊലകളൊക്കെ ഇങ്ങനെ കെട്ടി ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു നിറവാണ് നമുക്ക് ക്ഷേത്രമുറ്റത്ത് വന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ. ഈ ക്ഷേത്ര ചുമരിലൊക്കെ ആണെങ്കിൽ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ദേവിയുടെ പല ഭാവങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ബാലയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം ബാലയൊക്കെ കണ്ട് പോന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ബാലയൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത്ര ഭയങ്കര ശബ്ദ കോലാഹലവും കാര്യങ്ങളൊക്കെ ആയിട്ട്. മുൻപ് ഞങ്ങൾ ബാലയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അത് ആ കഥ കഴിയുന്നത് വരെ അതിൽ മുഴുകിയിരുന്നു പോകും കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത് കണ്ട ബാലകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മടുപ്പൊക്കെ തോന്നുക, അതുപോലെയാണ് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 9 മണിയായപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങി ഇതാ നേരം വെളുത്ത് നമ്മൾ മുറ്റടിക്കാനും മറ്റുമൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളോ ആരോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, കുട്ടികളെയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കുറച്ച് അനുസരണയുള്ള മക്കളായിട്ട് വളരും. കാരണം അവർക്ക് ഈശ്വരനെ ഒരു ഭയവും അതുപോലെ തന്നെ ഈശ്വരനോട് ഒരു പ്രത്യേക ഭക്തിയും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അവർ നല്ല മക്കൾ തന്നെയായിരിക്കും. അവർ ഇതുപോലെയുള്ള അക്രമങ്ങൾ ചെയ്യാനോ ഒന്നും നടക്കില്ല കേട്ടോ. നമ്മുടെ മൗഗിളിലെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ സഹപാഠികളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള കൂട്ടുകാർ. ഇതൊക്കെ എന്ത് കൂട്ടുകാരെന്നാണ് പറയാല്ലേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉള്ള മൃഗീയ വാസനകളൊക്കെ മാറാനായിട്ട് ഭക്തി നമ്മളെ സഹായിക്കും കേട്ടോ. നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ശരീരത്തിന് ഭക്ഷണം വേണമല്ലോ, എന്നാലല്ലേ ശരീരം വളരുള്ളൂ. അതുപോലെ തന്നെ മനസ്സിന് ഭക്തി അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മനസ്സിൽ പല ദുഷ്ചിന്തകളും വരും. അപ്പോൾ ആ ചിന്തകളെ മാറ്റിയിട്ട് സൽചിന്തകളാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയായിക്കോട്ടെ ആളായിക്കോട്ടെ അവർക്ക് കുറച്ചൊരു ഭക്തി മനസ്സിൽ വേണം. എന്നാലാണ് ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്ന തെറ്റിന് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഇതുപോലെ മൃഗതുല്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ഇങ്ങനെ ഒരു ഭക്തി മാർഗത്തിലേക്കൊക്കെ കൊണ്ടുവരാം. എന്ത് ചെയ്യുമ്പോഴും ഈശ്വര വിചാരത്തോടു കൂടി ചെയ്യാനായിട്ടുള്ള ആ ഒരു ബോധ്യം അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ മുതിർന്നവർ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളും അതൊക്കെ കണ്ടു പഠിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഏതൊരു പ്രതിസന്ധിയിലും നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുള്ളൂ. ഒട്ടും മോശം രീതിയിലൊന്നും അവർ പ്രതികരിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വന്ന് ആകെ നിരാശയും കാര്യങ്ങളൊക്കെ വന്നാലും അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോവേ അതുപോലെയുള്ള ചീത്ത പ്രവർത്തികൾ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. അവർക്ക് ഇതെല്ലാം മാറി ഒരു ദിവസം ഈശ്വരൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭക്തി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നത്ര സത്സംഗങ്ങൾ കൂടാനും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനും നല്ല ചിന്തകൾ വളർത്തിക്കൊണ്ട് വരാനായിട്ടും ശ്രമിക്കണം കേട്ടോ. നമുക്ക് കഷ്ടപ്പാടുകളൊക്കെ കൂടി വരുമ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്തായാലും നമുക്ക് എന്താ പറയുക, ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം ജീവിതത്തിനെക്കുറിച്ച്. ഇതൊക്കെ നമുക്ക് മാറും. ഇതൊക്കെ ഈ ഒരു കഷ്ടപ്പാടൊന്നും നോക്കിയിട്ട് കാര്യമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അങ്ങനെയുള്ള ഒരു പ്രത്യാശയോട് കൂടിയിട്ട് മനുഷ്യൻ ജീവിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് വരുമ്പോഴേക്ക് തളർന്നങ്ങോട്ട് പോയിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, ഈശ്വരൻ ഇതൊന്നും കാണുന്നില്ല, എന്നെ മാത്രം രക്ഷിക്കുന്നില്ലല്ലോ, ഇതൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു പരിഭവങ്ങൾ കാര്യങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളും കാര്യങ്ങളും ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടായിരിക്കും, അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടായിരിക്കും, സന്തോഷവും ദുഃഖവും ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ ആ സന്തോഷമുള്ള കാര്യങ്ങളും മറ്റും ആ ആർഭാടമായിട്ടുള്ള ജീവിതവും ഇതൊക്കെ മാത്രം ശ്രദ്ധിച്ചിട്ട് അയ്യോ എനിക്കൊന്നുമില്ലല്ലോ അങ്ങനെ എങ്ങനെയെന്നൊന്നും നമ്മൾ വിചാരിക്കാനായിട്ട് പാടില്ല കേട്ടോ.
ഏതൊരു കഷ്ടപ്പാടായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ മനമുരുകി ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം കേട്ടോ. എല്ലാം മാറി നല്ല ശുഭകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇതുപോലെ തന്നെ വേണം നമ്മൾ നമ്മുടെ മക്കളോടും പറയാനായിട്ട്. എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഇതൊക്കെ വരുമ്പോഴേക്കും കൊച്ചുങ്ങളൊക്കെ ഡെസ്പായി പോവാതെ നമ്മളതെല്ലാം മാറുമെന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ നല്ല മക്കളായിട്ട് നല്ല രീതിക്ക് പഠിച്ചുയരാനായിട്ട് വേണ്ടുന്ന പ്രചോദനമൊക്കെ പാരൻസ് കൊടുക്കണം കേട്ടോ. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മയക്കുമരുന്നിൻ്റെ ലഹരിയിലേക്കൊക്കെ പോവാണ്. ഈ ലഹരി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഈ മയക്കുമരുന്നിൽ മാത്രമൊന്നല്ല അല്ലേ. ഇപ്പോൾ കലകൾ, അതുപോലെ തന്നെ കായികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അഭ്യസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ലഹരി തന്നെയാണ്. അത് ജീവിതത്തിന് ദോഷം വരുത്തുന്ന ലഹരിയല്ല അല്ലേ. അതുപോലെ തന്നെയാണ് ഭക്തിമാർഗം എന്നൊക്കെ പറഞ്ഞാലും ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മളെ നല്ലൊരു ലഹരിയിലേക്ക് കൊണ്ടുപോകും. ഒരിക്കലും നമ്മുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ദുഷിപ്പിക്കാതെ, അതുപോലെ നമ്മുടെ സമൂഹത്തിന് ദോഷം വരാത്ത രീതിയിലായിട്ടുള്ള ഒരു ലഹരിയാണ് ഭക്തി എന്ന് പറയുന്ന ലഹരി. അപ്പോൾ അതിലേക്ക് എല്ലാ മക്കളും വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തരണം കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.